നമ്മളുണ്ടല്ലോ ഇന്നൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. ഞാനും അമ്മയും പിന്നെ കസിൻസും ആൻറ്റിയൊക്കെ ആയിട്ടാണ് കല്യാണത്തിന് പോണത്. പറവൂരാണ് കല്യാണം. നമ്മളപ്പോൾ ഇവിടുന്ന് ബസ് കയറി കൊടുങ്ങല്ലൂർക്ക് പോവാണ്. കൊടുങ്ങല്ലൂർ എത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ, പറവൂർക്കുള്ള ബസ് കയറാനായിട്ട്. ബസ്സിൽ സ്ഥലം കുറവായതുകൊണ്ട് പലരും പലയിടത്താണ് ഇരുന്നത്. അത് കഴിഞ്ഞ് പറവൂർക്കുള്ള ബസ്സിൽ കയറി ഫ്രണ്ടിൽ തന്നെ കുത്തിയിരുന്നു. എൻ്റെ ഷൂവിനാണെങ്കിൽ വെക്കാൻ സ്ഥലമില്ല, ഇരിക്കാനും പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ മാറി വേറെ സ്ഥലത്തേക്ക് ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബസ്സിലെ സീറ്റ് ഒഴിഞ്ഞപ്പോൾ തത്തമ്മ വന്നിട്ട് എൻ്റെ അടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് യാത്ര തന്നെയായിരുന്നു, കാഴ്ചകളൊക്കെ കണ്ടിട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിയിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. ബസ്സിൽ വെച്ച് നമ്മുടെ അവിടെ കല്യാണത്തിന് വരുന്ന വേറെ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി. നമ്മൾ 5 പേരും കൂടി ഒരു ഓട്ടോയിൽ തിങ്ങി നിറഞ്ഞു പോയി. കാരണം നമ്മൾ 5 പേരുള്ളൂ, വേറെ ഓട്ടോ വിളിക്കാൻ പറ്റില്ല. ചെന്ന് കയറി ഉടനെ എല്ലാവരും വർത്താനം പറഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് കുടിച്ചു. ഞാൻ പപ്പായ ജ്യൂസും അവൾ മുന്തിരി ജ്യൂസാണ് കുടിച്ചത്. പിന്നെ ഹാളിൽ കയറി എല്ലാവരും എത്തണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കല്യാണച്ചക്കനും പെണ്ണും വന്നു. അവിടെ സെറിമണിയൊക്കെ നടക്കണ്ടായി. പിന്നെ നമ്മളതൊന്നും അധികം നേരം നോക്കാനില്ല, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. പരിപാടിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് നടക്കട്ടെ, നമുക്ക് നമ്മുടെ വയറ് നിറയ്ക്കാം, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും പോയിട്ട് ദോശയും പനീർ കറിയും എടുത്തു. പിന്നെ ഐസ്ക്രീമും ഗുലാബ് ജാമും കഴിച്ചു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരന്ന പാത്രത്തിൽ തന്നുകൊണ്ട്, അതും ചില്ലിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റണ്ടായില്ല. കാരണം ഐസ്ക്രീം കോരിയിട്ട് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും വർത്താനം പറഞ്ഞു ഓട്ടോറിക്ഷയിലാണ് തിരിച്ചു പോകുന്നത്. മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കയറി വന്നു. പിന്നെ KSRTCയിൽ കയറി ബസ്സും പിടിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.